പാടിക്കല്ലേ സംഘത്തിനും കൂടി വായിക്കുന്നു. ഞാൻ എന്റെ വരും, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ഭാവിയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്തുനിന്ന് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതൊന്നും നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ പരിപാലിക്കും. ഞാൻ നല്ല വാതിലാകുന്നു നമ്മുടെ കർത്താവ് നിന്നിലൂടെ കിടക്കുന്നവന് അവന് അവരുടെ മേച്ചിൽപ്പുറം കണ്ടെത്തുന്നു. അകത്ത് വരിക പുറത്തു പോവുകയും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യുന്നുവെന്ന് വചനം പഠിപ്പിക്കുന്നു. വിശുദ്ധ ആലയത്തിന്റെ അമേൻ ഒരു വാതിലായിട്ട് നമ്മൾ ഇതിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ക്രൈസ്തവം അങ്ങനെയെങ്കിൽ ഈ വാതിലിലൂടെ കടന്നു വരുന്ന, ഈ ആലയത്തിലൂടെ കടന്നു വരുന്ന എല്ലാവരും ഹല്ലേലൂയ ഒരു അനുഗ്രഹം ഉള്ളവരായിത്തീരണം, അനുഗ്രഹം പ്രാപിച്ചവരായിത്തീരണം. അത് മാത്രമല്ല, ആലയത്തിൽ നിന്ന് പുറത്തു പോകുന്നവനെല്ലാം ഹല്ലേലൂയ അവരുടെ കണ്ണുനീര് തുടച്ച് അവരുടെ പാറകൾ മാറി ഹല്ലേലൂയ പ്രത്യാശയുടെ ആലയത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ വാതിലായി, ഒരു നന്മയുടെ വാതിലായി ഹല്ലേലൂയ എല്ലാവരുടെ ദുഃഖം മാറ്റുന്നതായ ഹല്ലേലൂയ ക്രൈസ്തവം ആ ആലയത്തിന്റെ വാതിലിലൂടെ
കടക്കുന്ന അവസരത്തിൽ അമേ സ്വർഗീയമായ ഒരു സന്തോഷം അവർ പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും തലകളെ ഉണക്കി ഈ കട്ടളയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും തലകളൊക്കെ പ്രാർത്ഥിക്കാം. നിമിഷങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആവശ്യത ആരാധന ശേഷവുമായി കർത്താവേ അങ്ങനെ സന്നിധിയിൽ കൂടി വരുവാനും പ്രിയപ്പെടുന്നതായ ആലയത്തിൻ്റെതായ കട്ടളങ്ങൾ സ്ഥാപിക്കുവാനും ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ബലഹീന കരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്ഥാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെതായ കരം ഹല്ലേലൂയ ഇതിന്മേൽ വിരിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് നിന്റെ ജനത്തിന് നിത്യ നിയമമായി തീരട്ടെ. ഞങ്ങൾ വായിച്ചതുപോലെ തന്നെ ഓർക്കുമാറാകണം. ആഹാരം കൊണ്ട് നിറയ്ക്കണമേ. കൃത്യപ്രാപിക്കട്ടെ. ഭക്തന്മാർ ഘോഷിച്ചുല്ലാസിക്കട്ടെ. അതിലെ പുരോഹിതന്മാർ നീതി ധരിക്കട്ടെ. എല്ലാവർക്കും ശാശ്വതാനുഗ്രഹമായി തീരുക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളിതിനെ എന്നേക്കുമായി സ്ഥാപിക്കുന്നു. യാതൊരു തന്ത്രങ്ങളും അനുവദിക്കുന്നതിനോട് പ്രാർത്ഥിക്കുന്നു. ഈ വാതിലൂടെ കിടക്കുന്നവൻ അനുഗ്രഹം പ്രാപിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ, അവന്റെ നിരാശ മാറട്ടെ, അവന്റെ ദുഃഖങ്ങൾ മാറട്ടെ, ആത്മാവിൽ സന്തോഷിക്കട്ടെ. ആരാധന കഴിഞ്ഞ ഒരു വ്യക്തി പോലും നിരാശയുടെ ഈ വാതിലൂടെ വെളിയിലേക്ക് ഇറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടെ അവൻ അവർക്ക് ദൈവമായിരിക്കും. ദൈവത്താൽ അവരുടെ കണ്ണുകളയുമല്ലോ. അങ്ങനെ ഒരു ദിവ്യ അനുഭവം പ്രാപിച്ചപ്പോൾ സഹായിക്കുമാറാകണമേ. ഈ കെട്ടുള്ള കർത്താവെ ഇവിടെ സാധിക്കുമ്പോൾ ഇതിന് പിന്നിലെ കർത്താവെ അവരുടെ ആമേൻ സഹായിച്ചതായ ബുദ്ധിമുട്ടിലെ അവസരപ്പെട്ടെയും കുടുംബത്തെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. മാനിക്കുമാറാകണമേ. ദൈവാലയത്തിന് കൊടുത്തതിന് ഫലമായി അവർ പ്രാപിക്കുന്ന നന്മ പ്രദേശത്ത് നാടുകളിൽ ഇതിന് കർത്താവെ എത്രത്തോളം അലടിയ ഇത് കൊണ്ടുവരുവാൻ ഇതിന്റെ പിന്നിൽ വളരെ കഠിനധ്വാനം ചെയ്തതായ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. അമേ ഭവന കാര്യങ്ങൾ പോലും നോക്കാതെ വണ്ണം ആലയത്തിന്റെ അലലുയ പണിക്ക് വേണ്ടി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ കടന്നു വരിക കഠിനാധ്വാനം ചെയ്തവരുണ്ട് കർത്താവെ. അലലുയ പലർക്കും മുറിവേറ്റ അനുഭവമുണ്ട് കർത്താവെ. അലലുയ വേർപ്പുതുള്ളികളെല്ലാം ഈ മണ്ണിൽ വീണിട്ടുണ്ട് കർത്താവെ. അതെല്ലാം ആ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, തലമുറയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. ദേശത്തെ മാനിക്കണമേ, ദേശത്തെ ഉയർത്തുമാറാകണമേ. ഓരോ വ്യക്തികളും അനുഗ്രഹിക്കുക. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടത്തുക. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം നൽകുന്ന കാവലും നമ്മോട് നാം പ്രാർത്ഥന സകല കാട്ടുന്നതും ഇപ്പോഴും കാലാവസ്ഥാനത്തോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മാത്രം നമുക്ക് ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുവേദന ഭക്തന്മാർക്കായി വേഗം വരണമേ. ഇവരെല്ലാവർക്കും ഒരു